ഹലോ ഗീതാഹൂത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ഗീത പ്രഗ്നൻ്റ് ആണെന്ന രാധികാമ്മ വിചാരിച്ചിരിക്കുന്നതെന്ന് ഗീതയോട് രേഖ പറയും. എന്നിട്ട് അതുകൊണ്ട് ഇപ്പം അതങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇനി മാറ്റി പറയാനൊന്നും നിൽക്കണ്ട. പക്ഷേങ്കിൽ ഇതോടുകൂടി തന്നെ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റ് ആക്കാനുള്ള രാധികാമ്മയുടെ ആ ഒരു ഇത് കൂടും, ശക്തി കൂടും, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഗീത പറഞ്ഞു അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഗീത ചോദിക്കും വരുണേട്ടന് ഇപ്പം എങ്ങനെ, രേഖേച്ചി ഹാപ്പിയാണോ സന്തോഷമാണോ എന്ന് ചോദിക്കും. അപ്പോൾ രേഖ പറയും സന്തോഷമുണ്ട് എന്നാൽ സങ്കടമുണ്ടെന്ന് പറയും, രണ്ടും ഉണ്ടെന്ന് പറയും. അപ്പോൾ ഗീത ചോദിക്കും അതെന്താ അങ്ങനെയും ചോദിക്കും. അല്ല വരുണേട്ടന് എന്നെ സ്നേഹിക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ അത് അഭിനയമാണോ എന്നൊരു ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംശയം വരുമ്പം സങ്കടമുണ്ട്. ഈ സ്നേഹം വരുണേട്ടൻ്റെ സ്നേഹം യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ, സത്യമാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എൻ്റെ ദേഹത്ത് ഞാനിനി തൊടാൻ വിടുള്ളൂ. നിങ്ങളെ പോലെ ഞാനും അഭിനയിക്കാമെന്ന് വിചാരിച്ചു, എല്ലാവരുടെയും മുന്നിൽ വരുണേട്ടനെ സ്നേഹിക്കും, എന്നാൽ റൂമിൽ എങ്ങനെയാണോ ആ സ്നേഹം സത്യമാണെന്ന് മനസ്സിലാക്കിയ ശേഷം എൻ്റെ ദേഹത്ത് തൊടാൻ വിടുമെന്ന് രേഖ പറഞ്ഞു. അപ്പോൾ ഗീത പറഞ്ഞു ഇങ്ങനെ തന്നെ വേണം, എനിക്ക് പേടിയുണ്ടായിരുന്നു രേഖേച്ചി വരുണേട്ടനെ അന്ധമായി വിശ്വസിക്കുമോ എന്നുള്ളതിൽ. ഇപ്പം രേഖേച്ചി പോകുന്നത് കറക്റ്റ് വഴിയിൽ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി, ഇനി വരുണേട്ടനെ കൈവിടാതെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ നമ്മുടെ ഗോവിന്ദ് റൂമിലിരുന്നിട്ട് അവൻ്റെ നരച്ച മുടി ഇങ്ങനെ പൊട്ടിച്ച് കളയായിരുന്നു. അപ്പോഴാണ് ഗീതു അവിടെ വന്നത്. എന്നിട്ട് എന്താ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ ഉറങ്ങാൻ പോകുകയാണെന്ന് ഗീതു ചോദിക്കും. അപ്പോൾ ഗോവിന്ദ് പറയും തിരക്കൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ ഗീതു പറയും തിരക്കുണ്ട്, എന്നാൽ എനിക്ക് തിരക്കുണ്ട്, നാളെ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഓഫീസിൽ എല്ലാ വർക്കും തീർത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയും. രഞ്ജുവിൻ്റെ ഡോക്ടർ വേറൊരു ഡോക്ടറെ തന്നെ കാണാമെന്ന് പറയും. അപ്പോൾ അതാരാ എന്താ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് അന്വേഷിക്കും. അപ്പോൾ ഇങ്ങനെ ഗീതു ഇങ്ങനെ ഒരു പേരൊക്കെ പറയും, ജോണെന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞത്. അവർ ഇതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഇതാണ്, എന്താ പറയുക, കുറേ ആൾക്കാർക്ക് ഇങ്ങനെ രോഗം മാറ്റിയിട്ടുണ്ട്, എങ്ങനെയാണ് പരിചയം എന്നിങ്ങനെ ചോദിച്ചു ഗോവിന്ദ്. അപ്പോൾ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്, നാളെ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, കാണാൻ പോകണം, നമുക്കൊന്ന് പെട്ടെന്ന് ഒരു ഒപ്പീനിയൻ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു ഇവരെ സെല്ല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈഫ് ഇങ്ങനെ നീണ്ടു കിട്ടും എന്നിങ്ങനെ ഗീത പറഞ്ഞു. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഇതത്ര വിജയകരമായിട്ടുള്ളൊരു സർജറി ഒന്നുമല്ല, ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞു ആ സെല്ല് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഗീത പറഞ്ഞു അതിനെന്താ നമുക്കൊരു ഒപ്പീനിയൻ എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല സെല്ല് മാറ്റി വെച്ചതിൽ അത് പരീക്ഷിച്ചിട്ട് ഈ ഡോക്ടർ വിജയിച്ചിട്ടും ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. സ്വന്തം ആൾക്കാരുടെ തന്നെ, അതായത് നമ്മളെ ഇതിപ്പോൾ അമ്മേൻ്റെയോ അങ്ങനെ സ്വന്തമായിട്ടുള്ള നമ്മുടെ സ്വന്തം ബ്ലഡിലുള്ള റിലേഷനുള്ള ആൾക്കാരുടെ സെല്ല് മാറ്റി വെച്ചാൽ കൂടുതൽ എന്താ പറയുക, കൂടുതൽ ഫലം റിസൾട്ട് അത് തരും എന്ന് ഇങ്ങനെ ഗീത പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ രഞ്ജുവിന് അമ്മേൻ്റെ സെല്ലെടുത്ത് മാറ്റി വെച്ച് കൊടുക്കാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഇനി അമ്മക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളും വല്ലതും ഉണ്ടെങ്കിൽ വേറെ ആരുടെയെങ്കിലും സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെ വേറെ ആരെങ്കിലും നോക്കേണ്ടി വരുന്നു, ഇങ്ങനെ ഗീതു ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുത്തു. അപ്പോൾ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചു ഇത് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ, നല്ലൊരു കാര്യമാണല്ലോ എന്നിങ്ങനെ. അതായത് ഇനിയിപ്പം എൻ്റെ സെല്ല് വെച്ച് കൊടുക്കാമെന്ന് എങ്ങനെയാണ് ഞാൻ ഡോക്ടറോട് പറയുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജു ഞാൻ തമ്മിലുള്ള റിലേഷൻ ഇവളറിയും, ഇവളെ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് ഡോക്ടറോടൊന്ന് സംസാരിക്കുക എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് ആലോചിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഗീതയോട് പറയും നീ ആ ഡോക്ടറുടെ നമ്പർ തന്നിട്ട് ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഗീത പറയും ഇനി നമ്മൾ ഒരുമിച്ചല്ലേ പോകുന്നത്, പിന്നെ എന്താ കുഴപ്പം എന്നൊക്കെ പറയും. അമ്മയും കൂടെ കൂടണമെന്ന് പറയും. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഗോവിന്ദ ദേഷ്യം പിടിക്കും, എന്തിനാണ് നീ അവരുടെ കാര്യം ഇങ്ങനെ പറയുന്നതെന്ന് പറയും. അപ്പോൾ അമ്മ രഞ്ജുവിൻ്റെ അമ്മയല്ലേ, രഞ്ജുവിൻ്റെ അമ്മ എൻ്റെ അമ്മയാണ്, എനിക്ക് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്, എൻ്റെ പെറ്റമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നതെന്ന് പറയും. ഗോവിന്ദേട്ടനും അങ്ങനെ തന്നെ അമ്മയെ കാണണം എന്നും പറയും. ഇനിയിപ്പോൾ അമ്മയായിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ അമ്മായി അമ്മയായിട്ട് കണ്ടോ, അതിന് വലിയ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. രഞ്ജുവിനെ ഓർത്തെങ്കിലും അമ്മയോടുള്ള അമ്മ ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അമ്മയോടുള്ള ദേഷ്യമെല്ലാം പൊറുക്കണം എന്നിങ്ങനെ ഗീതു ഗോവിന്ദനോട് പറയും. എന്താ കണ്ടേട്ടാ പൊറുക്കില്ലെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഗീതു. അപ്പോഴെ തന്നെ ഗോവിന്ദ് പറയും നീ എനിക്കൊരു സമാധാനം തരുമോ, ഒന്ന് പോകുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗീതു പറയും ഓക്കെ ഞാൻ പോയിക്കൊള്ളാം. എന്നിട്ട് ഗീതു അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് ഗോവിന്ദ് ഇങ്ങനെ മനസ്സിലാലോചിക്കും ഇവളെ കൂട്ടാതെ എങ്ങനെ ഡോക്ടറുമായിട്ട് അത് പറയാം, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിജയലക്ഷ്മീനെ വിളിക്കും ഗീതു. എന്നിട്ട് പറയും നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്, രഞ്ജുവിൻ്റെ കാര്യത്തിന് വേണ്ടി ഡോക്ടറെ കാണാമെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും അയ്യോ നാളെയോ, നിൻ്റെ ഈ ഒരു പരിപാടി ഒറ്റ ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഇപ്പോൾ ഗീത പറയും പറ്റില്ല, ഇതൊരു ചൂടനായിട്ടുള്ളൊരു ഡോക്ടറാണ്, ഈ നാളത്തെ കാര്യം മാറ്റി വെച്ചാൽ ചിലപ്പം കാണാൻ പോലും സമ്മതിച്ചു എന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നാളെ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നാളെ എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടെന്ന് വിജയലക്ഷ്മി അമ്മ പറയും. കുറേ നാൾ ട്രൈ ചെയ്തിട്ട് കിട്ടിയൊരു അപ്പോയിൻമെൻ്റാണ്, ഇത് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിക്കും. സമയം അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങുമെന്ന് പറയും. അപ്പോഴേക്കും
അപ്പോൾ 2 മണിക്ക് വീട്ടിൽ ചെമ്പകശ്ശേരിയിൽ വരാമെന്ന് ഗീതു പറയും. കണ്ണേട്ടനെ കൂട്ടിയിട്ട് വരാമെന്ന് പറയും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, കണ്ണനെയും കൂട്ടിയിട്ടോ, അവനും വരുന്നുണ്ടോ, അവന് എന്നോട് ദേഷ്യമല്ലേ, മാറിയിട്ടില്ലല്ലോ, സമ്മതിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് പറയും, നിങ്ങൾ ചെമ്പകശ്ശേരിയിൽ വരണ്ട, ഒരു ജംഗ്ഷൻ്റെ പേര് പറയും, അവിടെ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഗീതു ചോദിക്കും, അതെവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ വിജയലക്ഷ്മി അമ്മ പറയും, അത് സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ടേക്കാണെന്ന് പറയും. അപ്പോൾ എനിക്ക് ഗീതു ഇങ്ങനെ പറയും, അതെന്താ അമ്മക്ക് ആരെങ്കിലും ജയിലിൽ കാണാൻ പോകാനുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കും. സത്യം പറഞ്ഞാൽ കാണാൻ പോകാനുണ്ട്. ഇതാ അനാർക്കലി എന്ന് പറഞ്ഞൊരു പുതിയൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. അനാർക്കലി നിങ്ങൾ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടാവും. അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്നിട്ട് ഗീതയോട് അത് തുറന്നു പറയുന്നില്ല, ഈ അങ്ങനെയൊന്നും ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി പറഞ്ഞിട്ട് അവിടെ ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് പിന്നെ രാവിലെ അതിനു മുന്നേ അവിടുത്തെ ഒരു പോലീസിനെ വിളിക്കും, SIനെ വിളിക്കും. എന്നിട്ട് നാളെ 12 മണിക്ക് തന്നെ എന്നെ കാണാൻ അനുവദിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ ഓക്കെ ആവും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ പോയിട്ട് അനാർക്കലി ഇങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ്. അനാർക്കലി ഇവരോട് ഭയങ്കര ദേഷ്യത്തിലാണ്. കാണാൻ വേണ്ടി പോയപ്പോൾ വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണ് വന്നിരിക്കുന്നത്. ഭയങ്കര പ്രശ്നക്കാരിയെന്ന് ഓൾറെഡി പറയുന്നുണ്ടായിരുന്നു പോലീസ്. ജയിലിൽ വന്നിട്ട് ഇങ്ങനെ വിളിക്കും, നിന്നെ ഒരാൾ കാണാൻ, ഒരു വിസിറ്റർ ഉണ്ട്, വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണെന്ന് പറയും. അപ്പോൾ എനിക്കാരെയും കാണണ്ടെന്ന് ആദ്യമേ അനാർക്കലി പറയും. അങ്ങോട്ട് മുഖം തിരിച്ച് കിടന്നിട്ടാണുള്ളത്. എന്നിട്ട് വീണ്ടും പറയും, ഇത് നീ വിചാരിക്കുന്ന പോലെ എല്ലാ പ്രശസ്ത സംഗീതജ്ഞയാണ് വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണെന്ന് പറയും. അപ്പോൾ അവിടുന്ന് അനാർക്കലി പറയും, വിജയലക്ഷ്മി സുബ്രഹ്മണ്യമല്ല, വിജയലക്ഷ്മി മാധവ് എന്നിങ്ങനെ പറയും. എന്നിട്ട് എനിക്ക് ആരെ ആയാലും കാണണ്ടെന്ന് പറയും. അപ്പോൾ അവിടെ അനാർക്കലിയുടെ കൂടെ ഒരു ആളും കൂടിയുണ്ട്, ഒരു സ്ത്രീയും കൂടിയുണ്ട്. എന്നിട്ട് അവർ വന്നിട്ട് പറയും, എന്തിനാ വെറുതെ ദേഷ്യം പഠിപ്പിക്കുന്നത്, മാഡത്തിനെ അറിയാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയും. അപ്പോൾ എന്നിട്ട് വിജയലക്ഷ്മി അമ്മ ഇവിടുന്ന് പറയും, വേണ്ട, നിർബന്ധിക്കണ്ട, കാണാൻ താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കണ്ടെന്ന് പറയും. എന്നിട്ട് അനാർക്കലിയോട് പറയും, ഞാൻ നിനക്ക് വായിക്കാനൊരു കുറിപ്പ് എഴുതിയിട്ട് ഇവിടെ SIയുടെ കയ്യിൽ കൊടുക്കാം, നീ അതൊന്ന് വായിച്ചു നോക്കണം, എന്തായാലും വായിച്ചു നോക്കണം. അപ്പോൾ നിനക്ക് എന്നെ കാണാൻ എനിക്ക് എന്തായാലും തോന്നും. അപ്പോൾ ഈ SIയോട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കണ്ടോളാം, ഞാൻ വീണ്ടും വരാമെന്ന് പറയാണ്, നീ എന്തായാലും വായിക്കണം എന്ന് പറയാണ്. എന്നിട്ട് വിജയലക്ഷ്മി അമ്മയും ആ പോലീസും അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ നമ്മുടെ ഇവള് വന്നിട്ട് വേറൊരു സ്ത്രീ ഉണ്ടല്ലോ കൂടെ, അപ്പോൾ അനാർക്കലിയോട് പറയും, അവർ പോയി എന്ന് പറയും. അങ്ങനെ നേരെ നമ്മളെ ഫേസ് കാണിക്കും. എന്നിട്ടാണ് ഫേസ് കാണിക്കുക, ഭയങ്കര ദേഷ്യമായിരിക്കും. എന്നിട്ട് അവർ കിടന്നിരുന്ന പായയുടെ അടിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോയിലുള്ളത് ഇവർ നാല് പേരാണ്, മാധവൻ നായറും പിന്നെ ഈ അനാർക്കലിയും നമ്മുടെ വിജയലക്ഷ്മി അമ്മയും പിന്നെ രാധികാമ്മയും. അവരുടെ ഒരു ചെറുപ്പത്തിൽ കുറച്ച് മുന്നേയുള്ളൊരു ഫോട്ടോ ആണ് അതിലുള്ളത്. അവർ 4 ആളാണുള്ളത്. എന്നിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയും, മറ്റേ സ്ത്രീ ചോദിക്കും, ഇവരല്ലേ ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി വന്നേന്ന് ചോദിക്കും. അപ്പോൾ അനാർക്കലി പറയും, ഇതേ ഇവരെന്നെ, ഇനി പലരും ഇവിടെ വരും, ഈ ഫോട്ടോയിൽ ഇല്ലാത്തവരും ഉള്ളവരും ഒക്കെ എന്നെ കാണാൻ വേണ്ടി വരും. കാരണം എൻ്റെ ഈ അഴിക്കുള്ളിലെ വാസം കഴിയാൻ പോവുകയാണ്. ഇനി ഏതാനും നാളുകൾ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങും. എല്ലാവരും എന്നെ പേടിച്ച് ജീവിക്കണം, ഇനി എല്ലാവരും എന്നെ പേടിച്ച് കഴിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോടെയാണ് ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ മറ്റേ സ്ത്രീ ചോദിക്കുന്നുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ടും കുറേ കാലമായിട്ടും പകയൊന്നും തീർന്നില്ലേന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, കാലം കഴിഞ്ഞിട്ട് തണുത്തിട്ട് വിളമ്പുമ്പോൾ അല്ലേ അതിൻ്റെ വീര്യമൊക്കെ കൂടുന്നതെന്ന് ഇങ്ങനെ പറയും. ഇവർ ഭയങ്കര ദേഷ്യത്തിലുള്ളത് കാര്യമൊക്കെ വഴി അറിയുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.